Hi, my dear students, and എല്ലാ മക്കൾക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ശ്രീലക്ഷ്മി മാം ആണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ കെമിസ്ട്രിയിലുള്ള ഫസ്റ്റ് ചാപ്റ്റർ ആണ്, പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ, പദാർത്ഥ സ്വഭാവം. അല്ലെ, മാറ്റർ എന്താണെന്നും അതിന്റെ ഡിഫറെന്റ് സ്റ്റേറ്റ്സ് ഒക്കെ നമ്മൾ പ്രീവിയസ് കോണ്ടന്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇന്നത്തെ ക്ലാസ്സിന്റെ പ്രത്യേകത എന്താണ്? ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ അത്യാവശ്യമായിട്ട് അല്ല നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടന്റ് ടേംസ് ഉണ്ട്. ചില ടേംസ് ഒക്കെ നിങ്ങൾ പ്രീവിയസ് പഴയ ക്ലാസ്സുകൾ ചെറിയ ക്ലാസ്സുകളൊക്കെ പഠിച്ചതായിരിക്കാം. നേരെ മറിച്ച് ചില ടേം കേൾക്കുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ആണ്. ഈശ്വര, ഇവിടെ എന്തായിരിക്കാം സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ടേം കേൾക്കുന്ന സമയത്ത് അത് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചിലപ്പോൾ നമുക്ക് ഒറ്റയടിക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഡോണ്ട് വറി, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലുള്ള ആ ഇമ്പോർട്ടന്റ് ടേംസുകൾ എല്ലാം നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ആ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ആ ടേം നിങ്ങൾ എവിടെ കേട്ടാലും അത് എന്താണെന്ന് നിങ്ങൾക്ക് ഓൺ ദി സ്പോട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനും അതേപോലെ അത് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനും സാധിക്കും കേട്ടോ. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടേംസ് ആണ്. ഓക്കെ, പിന്നെ എനിക്ക് ആദ്യം പറയാനുള്ളത്, ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനും നിങ്ങൾ ഫോർവേഡ് ചെയ്യുക, അയച്ചു കൊടുക്കുക. കാരണം എല്ലാവരും നമ്മുടെ കൂടെ ഒന്നിച്ച് പഠിച്ച് വളരട്ടെ അല്ലേ. ഓക്കെ, മാത്രമല്ല നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഡിഫറെന്റ് കൈൻഡ് ഓഫ് സബ്സ്റ്റൻസുകൾ യൂസ് ചെയ്യാറുണ്ട്. വ്യത്യസ്ത തരത്തിലുള്ള വസ്തുക്കൾ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ. അത് ചിലപ്പോൾ പല സ്റ്റേറ്റുകളാവാം. സോളിഡ് സ്റ്റേറ്റിലുള്ളതുണ്ടാവാം, ലിക്വിഡ് സ്റ്റേറ്റിലുള്ളതുണ്ടാവാം, ഗേഷ്യസ് സ്റ്റേറ്റിലുള്ളതുണ്ടാവാം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ചോക്ലേറ്റ്സ് എനിക്കും നിങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. ചോക്ലേറ്റ്സ് എന്ത് സ്റ്റേറ്റ് ആണ്? സോളിഡ് സ്റ്റേറ്റ് ആണല്ലേ. അതേപോലെ നിത്യം നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, വെള്ളം കുടിക്കാറുണ്ട്. വെള്ളം കുടിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലതാണ് കേട്ടോ. ഡെയിലി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ 3 ലിറ്റർ വെള്ളമെങ്കിലും കുടിച്ചിരിക്കണം. സോ ഈ വെള്ളം, വാട്ടർ എന്ന് പറയുന്നത് എന്ത് സ്റ്റേറ്റാ? സോളിഡ് ആണോ? അല്ല അല്ലെ, ലിക്വിഡ് സ്റ്റേറ്റ് ആണ്. നമുക്ക് പറയാം ദ്രാവകമാണെന്ന് പറയാം. ഇനി ഒരാൾ പോലും ബ്രീത്ത് ചെയ്യാതിരിക്കാറില്ല അല്ലെ. നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ബ്രീത്ത് ചെയ്യാറുണ്ട്. നമ്മൾ ബ്രീത്തിനും ചെയ്യാറുണ്ട്, ബ്രീത്ത് ഔട്ടും ചെയ്യാറുണ്ട്. ശ്വസിക്കാതെ ഒരാൾക്കും ജീവിക്കാൻ പറ്റില്ല. നമ്മൾ ഈ ശ്വസിക്കുന്നത് എന്താണ്? ഓക്സിജൻ വാതകമാണ്, ഓക്സിജൻ ആണ്, ഗ്യാസ് ആണ് അല്ലെ, വാതകമാണ് അത്. സോ നമ്മുടെ നിത്യ ജീവിതത്തില് ഖരത്തിലുള്ള വസ്തുക്കളാവട്ടെ, ഇനി ലിക്വിഡിലുള്ള വസ്തുക്കളാവട്ടെ, ഇനി ഗ്യാസിലുള്ള വസ്തുക്കളാവട്ടെ, ഒരുപാട് തരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതേപോലെ നമ്മുടെ മനസ്സിലുള്ള ഒരു ചോദ്യമാണ്, ഈ പറഞ്ഞ വസ്തുക്കളെ നമുക്ക് സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ സോളിഡ് ഉള്ള ഒരാളെ എനിക്ക് ലിക്വിഡ് ആക്കി മാറ്റാൻ പറ്റുമോ? ഈ പിക്ചർ കണ്ടാൽ തന്നെ അറിയാം നമുക്ക് പറ്റും അല്ലേ. ഞാൻ അവിടെ ഐസ് എടുത്തിട്ടുണ്ട്. ഈ ഐസിനെ ഞാനൊന്ന് ചൂടാക്കി കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറുന്നു? വെള്ളമായിട്ട് മാറുന്നു അല്ലെ. ഇനി എനിക്ക് ലിക്വിഡ് ആയ വാട്ടറിനെ മാറ്റണമെങ്കിൽ ഞാൻ എന്ത് ചെയ്താൽ മതി? ആ വെള്ളം ഒന്ന് ചൂടാക്കിയാൽ മതി. അത് എന്തായിട്ട് മാറും? ഗ്യാസ് ആയിട്ട് മാറും അല്ലേ. അപ്പൊ നമുക്ക് പറയാം, ഏതൊരു സ്റ്റേറ്റ് ആണെങ്കിലും, സോളിഡ് ആവട്ടെ, ലിക്വിഡ് ആവട്ടെ, ഗ്യാസ് ആവട്ടെ, നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നു? നമുക്ക് ആ ഒരു സ്റ്റേറ്റ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് കാണാം, സോളിഡ് സ്റ്റേറ്റിലുള്ള ഖരം കാണാം അല്ലെ. അത് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിട്ട് മാറുന്നു? ലിക്വിഡ് സ്റ്റേറ്റ് ആയിട്ട് മാറുന്നു, ദ്രാവകമായിട്ട് മാറുന്നു. ഇനി ഈ ലിക്വിഡിനെ ഞാൻ പിന്നെയും ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ അത് എന്തായിട്ടാണ് മാറുന്നത്? ഗേഷ്യസ് സ്റ്റേറ്റ് ആയിട്ടാണ് മാറുന്നത്, വാതകമായിട്ടാണ് മാറുന്നത്. എക്സാമ്പിൾ ഐസ് തന്നെ എടുക്കാം. ഐസിനെ ചൂടാക്കിയപ്പോൾ ലിക്വിഡ് ആയ വാട്ടർ ആയിട്ട് മാറി, വാട്ടറിനെ ചൂടാക്കിയപ്പോൾ അത് വാട്ടർ വേപ്പർ ആയിട്ട് മാറി അല്ലെ, ഗ്യാസ് ആയിട്ട് മാറി. ഇനി എനിക്കത് തിരിച്ച് പുറകോട്ടാക്കണം. വാട്ടർ വേപ്പറിനെ എനിക്ക് വാട്ടറും, വാട്ടറിനെ ഐസും ആക്കണം. ഞാൻ എന്ത് ചെയ്താൽ മതി? തണുപ്പിച്ചാൽ മതി, കൂൾ ചെയ്താൽ മതി അല്ലെ. ഗേഷ്യസ് സ്റ്റേറ്റിനെ ഞാൻ കൂൾ ചെയ്യുന്ന സമയത്ത് അത് എന്തായിട്ട് മാറുന്നു? ലിക്വിഡ് സ്റ്റേറ്റ് അഥവാ ദ്രാവകമായിട്ട് മാറുന്നു. ഈ ലിക്വിഡിനെ ഞാൻ ഇനിയും തണുപ്പിക്കുമ്പോൾ അത് എന്തായിട്ട് മാറുന്നു? സോളിഡ് ആയിട്ട് മാറുന്നു, ഖരമായിട്ട് മാറുന്നു അല്ലെ. ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന എക്സാമ്പിൾസ് ആണ്. എന്നാൽ ഇവിടെ അറിയാനായിട്ട് അല്ലെങ്കിൽ അറിയാത്തതായിട്ട് ഒരുപാട് ടേമുകളുണ്ട്. പരീക്ഷയ്ക്ക് ചിലപ്പോൾ ആ ടേംസ് ആയിരിക്കും എടുത്തു ചോദിക്കുന്നത്. ഫസ്റ്റ് എക്സാമ്പിൾ ഞാൻ എടുക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് ഒരു ഐസ് ബ്ലോക്ക് കാണാം. ആ ഐസ് എന്താ ചെയ്യുന്നത്? ഉരുകിയിട്ട് വെള്ളമായിട്ട് മാറുന്നു അല്ലെ. അവിടെ എന്താണ് ചെയ്യുന്നത്? സോളിഡ് സ്റ്റേറ്റ് ലിക്വിഡ് സ്റ്റേറ്റ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഐസ് വാട്ടർ ആയിട്ട് മാറുന്നു. ഐസ് എന്ന് പറയുന്നത് സോളിഡ് ആണ്, ഖരാവസ്ഥയാണ്. വാട്ടർ എന്ന് പറയുന്നത് ലിക്വിഡ് ആണ്, ദ്രാവകാവസ്ഥയാണ്. ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, പഠിച്ചു വെക്കേണ്ട ടേം എന്താണ്? ലിക്വിഫാക്ഷൻ. എന്താണ്? ദ്രവീകരണമാണ്. ലിക്വിഫാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സോളിഡ് ചേഞ്ചസ് ടു ലിക്വിഡ് സ്റ്റേറ്റ്. ഖരം
ദ്രാവകമായിട്ട് മാറുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലിക്വിഫാക്ഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ദ്രവീകരണം, ദ്രാവകമായിട്ട് മാറുകയാണ് അല്ലെ, ദ്രവീകരണം. കമ്പയർ ചെയ്ത് പഠിക്കാട്ടോ. സോളിഡ് ദ്രാവകമായിട്ട് മാറുന്നതിനെ ദ്രവീകരണം എന്ന് വിളിക്കുന്നു. സോളിഡ് ലിക്വിഡ് ആയിട്ട് മാറുന്നതിനെ ലിക്വിഫാക്ഷൻ എന്ന് വിളിക്കുന്നു. ഈസി ആണല്ലേ? നിങ്ങൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും തെറ്റുപറ്റില്ല. ഇനി അടുത്തൊരു എക്സാമ്പിൾ, നമ്മൾ അടുത്ത രണ്ടാമത്തെ ടേമിലേക്കാണ് പോകുന്നത്. ഇവിടെ എന്താ കാണാൻ പറ്റുന്നത്? വെള്ളം ഐസ് ആയിട്ട് മാറുന്നുണ്ട് അല്ലെ. നമുക്ക് എങ്ങനെയാ വെള്ളത്തിനെ ഐസ് ആക്കി മാറ്റാൻ സാധിക്കുന്നത്? ഫ്രീസറിന്റെ അകത്ത് കൊണ്ടുവച്ചാൽ മതി. തണുപ്പിച്ചു കഴിഞ്ഞാല് വെള്ളം എന്തായിട്ട് മാറും? യെസ്, ഐസ് ആയിട്ട് മാറും. വാട്ടർ എന്തായിട്ടാണ് മാറുന്നത്? ഐസ് ആയിട്ടാണ് മാറുന്നത്. ലിക്വിഡ് എന്തായിട്ടാണ് മാറുന്നത്? സോളിഡ് ആയിട്ടാണ് മാറുന്നത് അല്ലെ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സോളിഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. എന്താണ് സോളിഡിഫിക്കേഷൻ? ഘനീഭവിക്കൽ എന്നാണ് പറയുന്നത്. അവിടെ എന്താണ് സംഭവിക്കുന്നത്? ലിക്വിഡ് സോളിഡ് ആയിട്ട് മാറുന്നു. ലിക്വിഡ് എന്ന് പറഞ്ഞാൽ ദ്രാവകം, സോളിഡ് എന്ന് പറഞ്ഞാൽ ഖരം അല്ലെ. ദ്രാവകം എന്തായിട്ടാണ് കൺവേർട്ട് ചെയ്തിരിക്കുന്നത്? ഖരമായിട്ടാണ് കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. അതിനെ വിളിക്കുന്ന ടേം അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സോളിഡിഫിക്കേഷൻ അഥവാ ഘനീഭവിക്കൽ. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എക്സാമിന് ചെല്ലുമ്പോൾ ചോദിക്കും. എന്താണ് ചോദിക്കുക? യെസ്, നമ്മുടെ ലിക്വിഡ് സോളിഡ് ആയിട്ട് മാറുന്നതിന് എന്ത് പറയുന്നു എന്ന് ചോദിക്കും. അല്ലെങ്കിൽ ഒരു ഫ്ലോ ചാർട്ട് തന്നിട്ട് ആ സ്റ്റേറ്റ് ചേഞ്ച് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാനൊക്കെ പറയാറുണ്ട്. സോ നമ്മൾ രണ്ടെണ്ണം പഠിച്ചു. ലിക്വിഫാക്ഷൻ പഠിച്ചു, സോളിഡിഫിക്കേഷൻ പഠിച്ചു. ഇനി അടുത്തതിലേക്കാണ് പോകുന്നത്. ഇവിടെ എന്താ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്? നമ്മൾ നിത്യേന കാണുന്ന കാര്യമാണ്. വെള്ളം തളച്ചിട്ട് എന്തായിട്ട് മാറുകയാണ്? നീരാവിയായിട്ട് മാറുകയാണ് അല്ലെ. വാട്ടർ സ്റ്റീമുമായിട്ട് മാറുകയാണ്. വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ലിക്വിഡ്, ദ്രാവകമാണ് അല്ലെ. സ്റ്റീം എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്യാസ് ആണ്, വാതകമാണ്. സോ ഇവിടെ നമ്മൾ എന്താണ് പറയുന്നത്? വേപ്പറൈസേഷൻ എന്നാണ് പറയുന്നത്. നമ്മുടെ ചെറിയ ക്ലാസ് മുതലേ നമ്മൾ കേട്ടിട്ടുണ്ട് വേപ്പറൈസേഷൻ അഥവാ ബാഷ്പീകരണം എന്ന് കേട്ടിട്ടുണ്ട് അല്ലെ. ബാഷ്പീകരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ദ്രാവകം വാതകമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ദ്രാവകം വാതകമായിട്ട് മാറുന്നു. ലിക്വിഡ് ഗ്യാസ് ആയിട്ട് മാറുന്നു. അതിനെയാണ് വേപ്പർ. വാട്ടർ വേപ്പർ ആയി ആലോചിക്കുക. അപ്പൊ എന്താണ്? വേപ്പറൈസേഷൻ ആണ് അവിടെ സംഭവിക്കുന്നത്. ബാഷ്പീകരണം, വേപ്പറൈസേഷനെയാണ് നമ്മൾ മലയാളത്തിൽ എന്ന് പറയുന്നത് ബാഷ്പീകരണം എന്ന് പറയുന്നത്. സോ ഈ ടേംസ് ഒക്കെ എന്താണ്? നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേംസ് ആണ് കേട്ടോ. ഇനി അടുത്ത ഉദാഹരണം ഇവിടെ എന്താ കാണാൻ സാധിക്കുന്നത്? യെസ്, മഴ ഇഷ്ടപ്പെടാത്തവരായിട്ട് ഒരാളുണ്ടാവില്ല അല്ലെ. മഴയത്ത് ഇറങ്ങി ഓടിക്കളിക്കാനൊക്കെ ഇപ്പൊ എനിക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് എങ്ങനെയാ മഴ കിട്ടുന്നത്? നമ്മൾ സോഷ്യലൊക്കെ പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ EVS അല്ലെ, എൻവയോൺമെന്റൽ സയൻസിലെ ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഏത്? വാട്ടർ സൈക്കിൾ. നമ്മുടെ ഓഷ്യൻസിൽ അല്ലെങ്കിൽ വാട്ടർ റിസോഴ്സസിൽ നിന്ന് വാട്ടർ എന്ത് ചെയ്യുന്നു? ഇവാപറേറ്റ് ചെയ്തിട്ട് യെസ് കണ്ടൻസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ വെള്ളമായിട്ട് അല്ലെങ്കിൽ റെയിൻ ആയിട്ട് നമുക്ക് പെയ്യുന്നത്. അവിടെ വെള്ളം വാട്ടർ വേപ്പർ ആയിട്ട് മാറി. വാട്ടർ വേപ്പർ കണ്ടൻസ് ചെയ്തിട്ട് തിരിച്ച് എന്തായിട്ട് മാറി? യെസ്, റെയിൻ ആയിട്ട് മാറി. അപ്പൊ നമുക്ക് എന്ത് പറയാം? കണ്ടൻസേഷൻ ആണെന്ന് പറയാം അല്ലെ. എന്താണ് വിളിക്കുന്നത്? സാന്ദ്രീകരണം അഥവാ കണ്ടൻസേഷൻ. ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ഗ്യാസ് ലിക്വിഡ് ആയിട്ട് മാറുകയാണ് അല്ലെ. വാട്ടർ വേപ്പർ റെയിൻ ആയിട്ട് മാറുകയാണ്. അവിടെ നമുക്ക് പറയാം ഗ്യാസ് ലിക്വിഡ് ആയിട്ട് മാറുന്നത് അല്ലെങ്കിൽ വാതകം ദ്രാവകമായിട്ട് മാറുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? യെസ്, സാന്ദ്രീകരണം അഥവാ കണ്ടൻസേഷൻ എന്ന് വിളിക്കുന്നത്. സോ നമ്മൾ സിമ്പിൾ ആണ് അല്ലെ. ചില സമയത്ത് കണ്ടൻസേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിരിക്കും. പക്ഷെ കൺഫ്യൂഷൻ അടിക്കേ വേണ്ട. എന്താണ്? യെസ്, നമ്മൾ ഈ പറഞ്ഞതുപോലെ വാതകം ദ്രാവകമായിട്ട് മാറുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സാന്ദ്രീകരണം അഥവാ കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ടേം ഉണ്ട്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഡ്രൈ ഐസിന്റെ പ്രത്യേകത എന്താണ്? ഡ്രൈ ഐസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് അത് ഡയറക്റ്റ് ആയിട്ട് എന്തായിട്ടാണ് മാറുന്നത്? ഗേഷ്യസ് സ്റ്റേറ്റിലേക്കാണ് മാറുന്നത് അല്ലെ. സോളിഡിൽ നിന്ന് ഗ്യാസ് ആയിട്ട് മാറുന്നു. ഖരത്തിൽ നിന്ന് വാതകമായിട്ട് മാറുന്നു. അവിടെ എന്ത് ചെയ്യുന്നില്ല? ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് അത് കൺവേർട്ട് ചെയ്യുന്നില്ല. ഡ്രൈ ഐസ് ആവട്ടെ, കാംഫർ, നമ്മുടെ കർപ്പൂരമില്ലേ, കർപ്പൂരമാവട്ടെ, അയോഡിൻ ആവട്ടെ, അമോണിയം ക്ലോറൈഡ് ആവട്ടെ, ഇവരുടെ ഒക്കെ പ്രത്യേകത എന്ന് പറയുന്നത് അവർ എന്ത് ചെയ്യില്ല? ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യില്ല. എന്താ ചെയ്യുക? സോളിഡിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഗ്യാസ് ആയിട്ടാണ് അവർ മാറുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സബ്ലിമേഷൻ എന്ന് പറയുന്നത്. എന്താണ്? ഉത്പതനം അഥവാ സബ്ലിമേഷൻ. ഇവിടെ സംഭവിക്കുന്നത് സോളിഡ് എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? ഗ്യാസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഖരം വാതകമായിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഉത്പതനം
അഥവാ സബ്ലിമേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ചോദിക്കുന്നത് എക്സാമ്പിൾസ് ചോദിക്കാറുണ്ട് കേട്ടോ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ എക്സാമ്പിൾസ് ചോദിക്കാറുണ്ട്. ഡ്രൈ ഐസ്, ഈ കാണുന്ന ഡ്രൈ ഐസ് എക്സാമ്പിൾ ആണ്. ക്യാംഫർ, കർപ്പൂരം എക്സാമ്പിൾ ആണ്. അയോഡിൻ എക്സാമ്പിൾ ആണ്. നാഫ്തലിൻ ഇല്ലേ, നാഫ്തലിൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നമ്മുടെ കൂറ മുട്ടായി, നമ്മൾ പാറ്റ ഗുളിക എന്നൊക്കെ പറയാറുണ്ട് അല്ലെ, കൂറ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വൈറ്റ് കളറിലുള്ള നാഫ്തലിൻ ബോൾസ് എന്ത് ചെയ്യാറുണ്ട്, നമ്മുടെ അലമാരയുടെ അകത്തും കിച്ചണിലും വാഷ് ബേസിലും ബാത്റൂമിലും ഒക്കെ വെക്കാറുണ്ട്. അവരുടെ പ്രത്യേകത, അവർ ലിക്വിഡ് ആയിട്ട് മാറില്ല, അവർ നേരെ എന്തായിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്? യെസ്, ഗ്യാസ് ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. ആ ഒരു ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സബ്ലിമേഷൻ അഥവാ ഉത്പതനം എന്ന് പറയുന്നത്. റെഡിയാണല്ലോ? സംശയമില്ലല്ലോ? ഇതുവരെ ഫുൾ ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പരീക്ഷക്ക് ഇതേപോലത്തെ ഒരു ഫ്ലോ ചാർട്ട് തരും. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് തുറന്നാൽ നിങ്ങൾക്ക് ഈ ഒരു ഫ്ലോ ചാർട്ട് കാണാം. നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടത്, ആ ടെക്സ്റ്റ് ബുക്കിൽ ഈ ഫ്ലോ ചാർട്ടിന്റെ അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു സ്റ്റാർ മാർക്ക് ചെയ്ത് വെക്കുക. ബിക്കോസ് ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. പരീക്ഷയ്ക്ക് എങ്ങനെയാ ചോദിക്കാന്നറിയോ? ഈ സ്ട്രക്ചർ തന്നിട്ട് ഇവിടെ എ ബി സി ഡി എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കും. നിങ്ങളെടുത്ത് ഫില്ല് ചെയ്യാൻ പറയാറുണ്ട്. നമ്മൾ ഈ പഠിച്ച അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും തന്നിരിക്കുന്നത്. വേറെ ഒന്നുമില്ല തന്നിരിക്കുന്നത്. സോളിഡ് ലിക്വിഡ് ആയിട്ട് മാറുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലിക്വിഫാക്ഷൻ എന്ന് പറയുന്നത്. ഐസ് വാട്ടർ ആയിട്ട് മാറുന്നത് നമ്മൾ കണ്ടു അല്ലെ. ഖരം ദ്രാവകമായിട്ട് മാറുന്നതിനെ ദ്രവീകരണം എന്ന് വിളിച്ചു. ഇനി അടുത്തത് ലിക്വിഡ് സോളിഡ് ആയിട്ട് മാറുന്നതിനെ നമ്മൾ കണ്ടു. വാട്ടർ ഐസ് ആയിട്ട് മാറുന്നത് കണ്ടു അല്ലെ. ലിക്വിഡ് സോളിഡ് ആയിട്ട് മാറുന്നതിനെ സോളിഡിഫിക്കേഷൻ എന്ന് വിളിക്കുന്നു എന്ന് കണ്ടു. ദ്രാവകം ഖരമായിട്ട് മാറുന്നതിനെ ഘനീഭവിക്കൽ എന്നാണ് വിളിക്കുന്നത്. ഇനി അടുത്തത് ലിക്വിഡ് ഗ്യാസ് ആയിട്ട് മാറുന്നതിനെ നമ്മൾ എന്താണ് പറയുന്നത്? വേപ്പറൈസേഷൻ അല്ലെ. ദ്രാവകം വാതകമായിട്ട് മാറുന്നതിനെ ബാഷ്പീകരണം എന്ന് നമ്മൾ പറഞ്ഞു. നമ്മൾ ഉദാഹരണം ഏതാണ് കണ്ടത്? വെള്ളം തിളച്ചിട്ട് നീരാവിയായിട്ട് മാറുന്നത് കണ്ടു അല്ലെ. ഇനി അടുത്തത് ഗ്യാസ് ലിക്വിഡ് ആയിട്ട് മാറുകയാണ്. ഗ്യാസ് ലിക്വിഡ് ആയിട്ട് മാറുന്നത് മഴ പെയ്യുന്നത് കണ്ടു. കണ്ടൻസേഷൻ അല്ലെ. വാതകം ദ്രാവകമായിട്ട് മാറുന്നതിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? സാന്ദ്രീകരണം എന്ന് വിളിക്കുന്നു. ഇനി സോളിഡ് ഗ്യാസ് ആയിട്ട് മാറുന്നതിനെ നമ്മൾ എന്താണ് വിളിച്ചത്? ലിക്വിഡ് ആയിട്ട് മാറുന്നില്ല, ഡയറക്റ്റ് ആയിട്ട് എന്തായിട്ടാണ് മാറുന്നത്? ഗേഷ്യസ് സ്റ്റേറ്റിലേക്കാണ് മാറുന്നത്. അതിനെയാണ് നമ്മൾ സബ്ലിമേഷൻ എന്ന് വിളിക്കുന്നത്. ഖരം വാതകമായിട്ട് മാറുന്നതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? യെസ്, സബ്ലിമേഷൻ അഥവാ ഉത്പതനം എന്ന് വിളിക്കുന്നു. അതേപോലെ തിരിച്ച് നമ്മൾ എന്താണ് പറയുന്നത്? ഗ്യാസ് സോളിഡ് ആയിട്ട് മാറുകയാണെ. സോളിഡ് ആയിട്ട് മാറുന്നത് കൊണ്ട് സോളിഡിഫിക്കേഷൻ. വാതകം ഖരമായിട്ട് മാറുന്നത് കൊണ്ട് ഘനീഭവിക്കൽ എന്നാണ് വിളിക്കുന്നത്. സോ ഇത്രയും ടേമുകളാണ് ഈ ഒരു ചേഞ്ച് ഓഫ് സ്റ്റേറ്റിൽ നമുക്ക് പഠിച്ചിരിക്കേണ്ടത്, പഠിച്ചു വെക്കാനുള്ളത്. സോ ഇന്നത്തെ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഈ പറഞ്ഞ ഓരോരോ ടേംസും നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? നിങ്ങൾ കെമിസ്ട്രിയിൽ നല്ലൊരു മാർക്ക് നേടാൻ ആഗ്രഹിക്കുന്ന മക്കളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ടേംസ് ഒക്കെ പഠിച്ചു വെക്കുക. ഈ ഒരു ക്ലാസ്സിൽ 8ാം ക്ലാസ്സിൽ മാത്രമല്ല ഹയർ ക്ലാസ്സസിലേക്ക് ഒക്കെ ഇത് നിങ്ങൾക്ക് 100% ഉറപ്പാണ് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ നല്ല മക്കളായിട്ട് നിങ്ങൾ പഠിക്കുക. മാത്രമല്ല നിങ്ങൾ എന്ത് ചെയ്യരുത്? കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക? കമന്റ് ബോക്സിൽ നിങ്ങളുടെ വാല്യുബിൾ കമന്റ്സ്, നിങ്ങൾക്ക് ഇഷ്ടമായോ, എന്താണ്, എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക. അതേപോലെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഏതെങ്കിലും ടോപ്പിക് ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതി. ആ ഒരു ടോപ്പിക്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കോണ്ടന്റ് വീഡിയോകൾ ചെയ്തിട്ട് ടീച്ചർ നിങ്ങൾക്ക് അയച്ചു തരാം. നമ്മുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് ഒരുപാട് കോണ്ടന്റ് വീഡിയോസ് അവൈലബിൾ ആണ് കേട്ടോ. അത് ഏതൊരു സബ്ജക്റ്റും ആവട്ടെ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. കാരണം ഇത് നല്ലൊരു ചാൻസ് ആണ്. 8ാം ക്ലാസ്സിലേക്ക് വേണ്ട പഠനം ബന്ധമായിട്ട് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മുടെ ഈ ഒരു ചാനലിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അടിപൊളിയായിട്ട് പഠിച്ചിട്ട് 8ാം ക്ലാസ്സിൽ എല്ലാ സബ്ജക്റ്റും ഫുൾ മാർക്കിനെ വാങ്ങാൻ സാധിക്കുന്നതാണ് കേട്ടോ. സോ ഇനിയുള്ള കോണ്ടന്റ് വീഡിയോസിൽ കാണാം. അതുവരെ ബൈ ഫ്രം ശ്രീലക്ഷ്മി.